അന്താരാഷ്ട്ര സമൂഹം അയച്ച ലക്ഷക്കണക്കിന് താൽക്കാലിക ഭവന യൂണിറ്റുകൾ ഗസയിൽ സ്ഥാപിക്കും. ആദ്യഘട്ട വേളയിൽ ഇരുപക്ഷവും തമ്മിൽ ചർച്ച വിജയിച്ചാൽ തുടർന്ന് ഘട്ടങ്ങളിലേക്ക് നീങ്ങും. രണ്ടാം ഘട്ടത്തിൽ പുരുഷന്മാരായ സൈനികർ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ ബന്ദികളുടെയും മോചനവും ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിൻവാങ്ങലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാം ഘട്ടത്തിൽ ഗസയിലെ എല്ലാ ഇസ്രായേൽ ബന്ദികളുടെയും മൃതദേഹങ്ങൾ തിരികെ നൽകും. യുഎസിന്റെയും അന്തർദേശീയ ഏജൻസികളുടെയും സഹായത്തോടെ വീടുകളും സ്കൂളുകളും ആശുപത്രികളും പുനർനിർമ്മിക്കാനുള്ള ഗസ പുനർനിർമ്മാണ പദ്ധതിയും ഇതോടെ ആരംഭിക്കും. ഹമാസുമായി ചർച്ച നടത്താൻ സംഘത്തെ നിയോഗിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും അറിയിച്ചിരുന്നു. എന്നാൽ പുതിയ നിർദ്ദേശത്തിനെതിരെ ഇസ്രായേൽ തന്നെ എതിർപ്പ് ശക്തമാണ്. ഹമാസിനെ പൂർണ്ണമായും അമർച്ച ചെയ്യുക, ബന്ദികളെ മോചിപ്പിക്കുക, യുദ്ധാനന്തര ഗസയിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭരണം സ്ഥാപിക്കുക എന്നീ ലക്ഷ്യങ്ങൾ നേടാതെ പിൻവാങ്ങേണ്ടി വരുന്നത് വലിയ പരാജയമാണെന്നാണ് വലതുപക്ഷ